മാധ്യമ വാർത്തകൾ, കഴിഞ്ഞൊരു 15 വർഷത്തെ കേരളീയ പൊതുബോധം, കഴിഞ്ഞൊരു 15 വർഷത്തെ രാഷ്ട്രീയ ചർച്ചകൾ, അതൊക്കെ നോക്കിയാൽ ഭൂമി പ്രശ്നം എത്രത്തോളം നിസ്സാരവൽക്കരിക്കപ്പെട്ടു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. ഡി പ്രവേഷ് കുമാർ, രാജീവ് ദേവരാജ്, ഒപ്പം വിവിധ റിപ്പോർട്ടർമാർ ശ്യാം പ്രസാദ് ഉത്തമൻ ഉൾപ്പെടെ നമുക്കൊപ്പമുണ്ട്. പ്രമേഷ്, ഈ മൂന്നാർ ഓപ്പറേഷനാണല്ലോ ഭൂമിയെ ഇത്രത്തോളം പൊള്ളിക്കുന്ന വിഷയമാക്കി VS മാറ്റിമറിച്ചത്. അതിനു മുൻപും അത്തരം വിഷയങ്ങളിൽ മതികെട്ടാനിൽ ഉൾപ്പെടെ കയറിയിറങ്ങി നമ്മൾ കാണുന്നത്. ഭൂമി എന്നത് പൊള്ളുന്നൊരു വിഷയമാണ്, മനുഷ്യന് വസിക്കാനുള്ളൊരു ഇടമാണ്, മനുഷ്യൻ്റെ ജീവിതത്തെ പൊള്ളിക്കുന്നതാണ്. ഭൂരഹിതരുടെ വിഷമം അതൊരു വലിയ ദശാസന്ധിയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. അന്ന് മൂന്നാറിൽ പോയിരുന്നു, ആ മൂന്നാർ ഓപ്പറേഷൻ്റെ ഭാഗമായി പ്രമേഷ് കുമാറും പോയിരുന്നു എന്നതാണ് എൻ്റെ ഓർമ്മ. അവസാനമായി വീണ്ടും ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ആ കാലത്തെ കൂടി ചേർത്ത് വെക്കേണ്ടേ? വീണ്ടും നമ്മൾ ഓർക്കേണ്ടതില്ലേ? രതീഷ്, ഇവിടെ നേരത്തെ നമ്മുടെ കൃഷിമന്ത്രി ശ്രീ P. പ്രസാദ് സംസാരിക്കുക സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ പ്രതിപക്ഷ നേതാക്കൾ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങളാണ് പലപ്പോഴും ഏറ്റെടുക്കുക. അതിനുപരിയായി ജനകീയമായിട്ടുള്ള ധാരാളം വിഷയങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തു, പ്രതിപക്ഷ നേതാവ് ആയിരിക്കെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെ രതീഷ് സൂചിപ്പിച്ചതുപോലെ പരിസ്ഥിതിയും ഭൂവിനിയോഗവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. ഈ പരിസ്ഥിതിയും ഭൂവിനിയോഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം തന്നെയാണ്. അതുപോലെ തന്നെ ഭൂമിയുടെ തുല്യമായ വിതരണം ഒക്കെ വളരെ പ്രധാനപ്പെട്ട ചില ജിയോ പൊളിറ്റിക്സ് എന്ന് പറയാവുന്ന ചില വിഷയങ്ങളൊക്കെ അതിനകത്ത് അടങ്ങിയിരിപ്പുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി VS ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കയ്യേറ്റങ്ങൾക്കെതിരായുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട്. പല പ്രദേശങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ഈ അനധികൃതമായി ഭൂമി കൈവശം വച്ചിരിക്കുന്ന വലിയ മാഫിയകൾ ഉണ്ട്. അതുപോലെ തന്നെ അനധികൃതമായി ഭൂമി കയ്യേറുന്ന പ്രവണത ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പലപ്പോഴും നിയമസഭകളിലൊക്കെ തന്നെ പ്രമേയങ്ങളായിട്ടോ അടിയന്തര പ്രമേയമായിട്ടോ സബ്മിഷനായിട്ടൊക്കെ വന്നാൽ തന്നെ ചട്ടപ്രകാരമുള്ള ചില നടപടികളും മറുപടിയും അല്ലാതെ ഒരിക്കലും അങ്ങനെ അത്തരത്തിലുള്ളൊരു നടപടികൾ ഉണ്ടാകാറില്ല. അപ്പോൾ മൂന്നാർ പോലുള്ള വളരെ പരിസ്ഥിതി ലോല പ്രദേശമായ മൂന്നാറിൽ ഇത്തരം അനധികൃത കയ്യേറ്റങ്ങളുണ്ട് എന്നുള്ള ധാരാളം പരാതികൾ വന്നിരുന്നു. അത് അതിന്റെ തുടർച്ചയാണ് കഴിഞ്ഞ മണിക്കൂറിലൊക്കെ വിശദീകരിച്ചാണ്. അങ്ങയിലേക്ക് ദീർഘമായി ഈ വിഷയത്തിൽ വരാം. രാജീവ് ദേവരാജ്, ആ കാലത്തെ വളരെ പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തെ പ്രതികരണങ്ങൾ ആരായുന്നതിൽ, ഈ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ, കേരളത്തെ അറിയിക്കുന്നതിലൊക്കെ നിർണായകമായി പങ്കുവച്ചാണ് ഇന്നത്തെ മാതൃഭൂമി ന്യൂസിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ രാജീവ് ദേവരാജ് നമുക്കൊപ്പം ഉണ്ട്. ഡി പ്രമേഷ് കുമാറുണ്ട്. ഒരു നിമിഷം, ഇപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് മൃതദേഹം എത്തുകയാണ്, വിലാപയാത്ര എത്തുകയാണ്. നമ്മൾ ദീർഘനേരമായി കാണുന്ന വൈകാരികമായ അന്തരീക്ഷം തന്നെ തുടരുന്നു ആലപ്പുഴയിൽ. VSനെ ഒരു നോക്ക് കാണാൻ വേണ്ടി തിക്കി എത്തുന്ന ആളുകളുടെ എണ്ണം അത് വർദ്ധിച്ചു വരികയാണ് ഈ സായാഹ്നത്തിൽ. റോഡരികിൽ മാത്രമല്ല, വീട്ടിൽ മാത്രമല്ല, ജില്ലാ കമ്മിറ്റി ആസ്ഥാനത്ത് മാത്രമല്ല, ആലപ്പുഴയിലെ ചെറിയ വഴിയോരങ്ങളിൽ മാത്രമല്ല, കടൽത്തീരത്തു നിന്നുമൊക്കെ തിരമാല കണക്കെ അലയൊലിയായി ആളുകൾ എത്തുകയാണ് VSന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ.